T20 ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ബാറ്റിംഗിൽ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ T20യിൽ നിർഭാഗ്യം കാരണമാണ് അദ്ദേഹം ഡെക്കായി ക്രീസ് വിട്ടതെങ്കിൽ രണ്ടാമത്തെ കളിയിൽ മോശം ഷോട്ട് കളിച്ച് ഗോൾഡൻ ഡെക്ക് ആവുകയായിരുന്നു. ഇടം കയ്യൻ പേസർ ഫസൽ ഹക്ക് ഫാറൂഖിയുടെ ആദ്യ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ കയറിയടിക്കാൻ ശ്രമിച്ചാണ് രോഹിത് ക്ലീൻ ബൗൾഡായത്. ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ആരാധകരിൽ നിന്നും രോഹിത്തിനെതിരെ ഉയരുന്നത്. T20 ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കണമെന്നും വരാനിരിക്കുന്ന T20 ലോകകപ്പിലടക്കം ഹർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെട്ടു. രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര T20 കരിയർ 2022 തന്നെ അവസാനിച്ചതാണ്. അന്ന് T20 ലോകകപ്പിന്റെ സെമി ഫൈനലോടെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറും തീർന്നിരുന്നു. ഇപ്പോൾ രോഹിത്തിനോട് T20യിൽ വീണ്ടും ഇന്ത്യയെ നയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വലിയ അബദ്ധം തന്നെയാണ്. തുടരെ 2 ഇന്നിംഗ്സുകളിലും ഡെക്കായ രോഹിത് അടിവരയിടുകയും ചെയ്തു. T20 ലോകകപ്പിൽ രോഹിത് ഇന്ത്യൻ ടീമിൽ വേണ്ട, പകരം ഹർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കട്ടെ എന്നും ആരാധകർ പറയുന്നു. T20 ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പോലും അർഹിക്കാത്തയാളാണ് രോഹിത് ശർമ്മ. ഇങ്ങനെയൊരു താരത്തെയാണ് വീണ്ടും നായകസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. BCCIയുടെ ഈ നീക്കം വലിയ അബദ്ധമായി പോയി. അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ പരമ്പരയ്ക്ക് ശരിക്കും ഒരു മുന്നറിയിപ്പാണ്. T20 ലോകകപ്പിൽ രോഹിത്തിനെ ക്യാപ്റ്റനാക്കുന്ന കാര്യം വീണ്ടും ആലോചിക്കേണ്ടതുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി.